ഹരി ഓം. എല്ലാവർക്കും നാരായണീയം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ 68 ദശകങ്ങൾ വരെ ചൊല്ലി പൂർത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ചൊല്ലാനുള്ളത് 69ാമത്തെ ദശകമാണ്. 66, 67, 68 ഈ 3 ദശകങ്ങളുടെയും പാരായണം മാത്രമായിട്ടുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല. അത് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം. ഈ 69ാമത്തെ ദശകവും കൂടെ ചേർത്ത് അപ്ലോഡ് ചെയ്യാം. പിന്നെ നമ്മൾ 68ാമത്തെ ദശകം ചൊല്ലുന്ന സമയത്ത് ഇടയിൽ കൃഷ്ണ എന്ന ചേർത്ത് ചൊല്ലുന്നത് രസമുണ്ട് എന്നുള്ളത് കുറച്ച് കമന്റുകളിൽ ഞാൻ കണ്ടു. അപ്പൊ അത് 7 ശ്ലോകങ്ങൾ വരെയാണ് അങ്ങനെ ഇടയിൽ കൃഷ്ണ എന്ന് ചേർത്ത് ചൊല്ലേണ്ടത്. അത് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ പറയാൻ മറന്നിരുന്നു. അത് ഞാൻ എഴുതി കാണിച്ചിരുന്നു. 7ാമത്തെ ശ്ലോകം വരെയാണ് അങ്ങനെ ചൊല്ലേണ്ടത്. അപ്പോൾ നമുക്ക് ഇന്ന് ചൊല്ലാനുള്ള 69ാമത്തെ ദശകം രാസക്രീഡയാണ്. വളരെ ചൊല്ലാൻ നല്ലൊരു ഈണമുള്ള ദശകമാണ്. ഈ ദശകത്തിലാകെ 11 ശ്ലോകങ്ങളാണുള്ളത്. എല്ലാ ശ്ലോകങ്ങളും കുസുമ മഞ്ജരി എന്ന വൃത്തത്തിലുമാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ചൊല്ലി തുടങ്ങാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം കേശപാശധൃത പിഞ്ചികാ വിതതി സഞ്ജലൻ മകരകുണ്ടലം ഹാരജാലവനമാലികാലളിത മംഗരാഗകന സൗരഭം പീതചേലധൃത കാഞ്ചി കാഞ്ചിതമുദഞ്ജദം ശുമണി നൂപുരം രാസകേളി പരിഭൂഷിതം തവ ഹി രൂപമീശ കലയാമഹേ. കേശപാശധൃത പിഞ്ചികാ വിതതി സഞ്ജലൻ മകരകുണ്ടലം ഹാരജാലവനമാലികാലളിത മംഗരാഗകന സൗരഭം പീതചേലധൃത കാഞ്ചി കാഞ്ചിതമുദഞ്ജദം ശുമണി നൂപുരം രാസകേളി പരിഭൂഷിതം തവ ഹി രൂപമീശ കലയാമഹേ. രാസക്രീഡ ദശകത്തിലെ ആദ്യ ശ്ലോകത്തില് ഭട്ടതിരിപ്പാട് വിവരിക്കുന്നത് ഭഗവാൻ കൃഷ്ണന്റെ രാസലീലയ്ക്ക് തയ്യാറായി വന്നിരിക്കുന്ന ഭഗവാൻ കൃഷ്ണന്റെ രൂപത്തെയാണ് കേട്ടോ. അപ്പൊ അതില് പറയുന്നത് സർവശക്തനായ കൃഷ്ണ, ഭട്ടതിരിപ്പാട് വിളിക്കുകയാണ്. സർവശക്തനായിട്ടുള്ള കൃഷ്ണ, തലമുടിയില് ഇളകുന്ന മയിൽപീലി കൊണ്ട് ശോഭിക്കുന്നവനും ഇളകി ആടുന്ന മകരകുണ്ടലങ്ങളോ കൊണ്ട് മനോഹരമായതും അനേകം മാലകൾ അണിഞ്ഞിട്ടുണ്ട് ഭഗവാൻ. അതിന്റെ കൂടെ വനമാലയും കൂടി അണിഞ്ഞ് അതിന്റെ ശോഭയുള്ളവനും സുഗന്ധം പരത്തുന്ന കുറിക്കൂട്ട് ഭഗവാന്റെ ശരീരമാകെ ഉണ്ട്. ഭഗവാന്റെ നമ്മൾ പറയില്ലേ, ഭഗവാന്റെ സാമീപ്യം നമുക്ക് ഉണ്ടെന്ന് അറിയാൻ ആ കളഭത്തിന്റെ മണം വരുന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പൊ അങ്ങനെ സുഗന്ധം പരത്തുന്ന കുറിക്കൂട്ടുകൾ ഭഗവാന്റെ ശരീരമാകെ തേച്ചിരുന്നു. അപ്പൊ അതിന്റെ ഒരു സുഗന്ധവും ഒക്കെ ഉണ്ടെന്ന് ഭട്ടതിരിപ്പാട് ഭഗവാന്റെ രൂപത്തെ വർണ്ണിക്കുകയാണ്. മഞ്ഞപ്പട്ട് ഉടുത്തിട്ടുണ്ട്, അതിന്റെ മേലെ അരഞ്ഞാണം കൂടി കെട്ടിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഭംഗിയോട് കൂടിയവനും പിന്നെ മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്ന രത്നങ്ങൾ കൊണ്ടുള്ള നൂപുരം, കാലിൽ അണിഞ്ഞിരിക്കുന്ന നൂപുരം അങ്ങനെയുള്ളതാണ്. അങ്ങനെ അണിഞ്ഞു നിൽക്കുന്ന രാസകേളിക്ക് തയ്യാറായി നിൽക്കുന്ന ഭഗവാനെ, സുന്ദര രൂപനായി ഒരുങ്ങി നിൽക്കുന്ന ഭഗവാനെ അങ്ങയെ ഞാൻ ധ്യാനിക്കുന്നു എന്നാണ് ആദ്യ ശ്ലോകത്തില് ഭട്ടതിരിപ്പാട് പറയുന്നത്. ഭട്ടതിരിപ്പാട് ഭഗവാന്റെ ഒരു കേശാദിപാദ വർണ്ണനം തന്നെ ഈ ശ്ലോകത്തില് നടത്തിയിട്ടുണ്ട്. അപ്പൊ ഭഗവാന്റെ രൂപമാണ് വർണ്ണിക്കുന്നത് ആദ്യ ശ്ലോകത്തില് കേട്ടോ. സർവശക്തനായ കൃഷ്ണ എന്ന് വിളിച്ചിട്ട് പറയാണ്. തലയില് മയിൽപീലി ചൂടിയിട്ടുണ്ട്, കാതുകളില് മകരകുണ്ടലങ്ങൾ, ഇളകി ആടുന്ന മകരകുണ്ടലങ്ങളുണ്ട്, കഴുത്തില് നിറയെ മാലകൾ അണിഞ്ഞിട്ടുണ്ട്, അതിന്റെ കൂടെ വനമാലയും കൂടി ചേർന്ന് അതിന്റെ ഭംഗിയും കൂടിയുണ്ട്. സുഗന്ധം പരത്തുന്ന കുറിക്കൂട്ട് ഭഗവാന്റെ ശരീരമാകെ ഉണ്ട്. പിന്നെ അരയില് മഞ്ഞപ്പട്ട് ഉടുത്തിട്ടുണ്ട്, അതിന്റെ മേലെ അരഞ്ഞാണം ഉണ്ട്. പിന്നെ
കാലിലെ നൂപുരം, അത് രത്നങ്ങൾ കൊണ്ടുള്ള നൂപുരമാണ്. അപ്പൊ അതെല്ലാം അണിഞ്ഞ് മനോഹരനായി നിൽക്കുന്ന ഭഗവാനെ, അങ്ങയുടെ രാസകേളിക്ക് തയ്യാറായി നിൽക്കുന്ന ആ സ്വരൂപത്തെ ഞാനിതാ ധ്യാനിക്കുന്നു എന്ന് ഭട്ടതിരിപ്പാട് പറയാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ശ്ലോകം ചൊല്ലാം. താവദേവ കൃതമണ്ഡനെ കലിത കഞ്ചുളീക കുചമണ്ഡലേ ഗണ്ഡലോലമണികുണ്ഡലേ യുവതി മണ്ഡലേത പരിമണ്ഡലേ അന്തരാസകല സുന്ദരീയുഗളമിന്ദിരാരമണ സഞ്ചരൻ മഞ്ജുളാം തദനുരാസകേളിമയി കഞ്ചനാഭസമുപാദതാ താവദേവ കൃതമണ്ഡനെ കലിത കഞ്ചുളീക കുചമണ്ഡലേ ഗണ്ഡലോലമണികുണ്ഡലേ യുവതി മണ്ഡലേത പരിമണ്ഡലേ അന്തരാസകല സുന്ദരീയുഗളമിന്ദിരാരമണ സഞ്ചരൻ മഞ്ജുളാം തദനുരാസകേളിമയി കഞ്ചനാഭസമുപാദതാ. രണ്ടാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് ഗോപസ്ത്രീകൾ ഒരുങ്ങി വന്നതിനെ കുറിച്ചാണ്. അപ്പൊ ഗോപസ്ത്രീകൾ എങ്ങനെയാണ് ഒരുങ്ങി വന്നിരിക്കുന്നത്? അവരുടെ കുജങ്ങൾ മറയ്ക്കാൻ അവര് കഞ്ചുകം അണിഞ്ഞിരുന്നു. റൗക്ക എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള കഞ്ചുകം കൊണ്ട് അവരുടെ കുജങ്ങൾ മറച്ച് മകരകുണ്ടലങ്ങൾ, ഇങ്ങനെ കവിളിൽ മുട്ടുന്ന രത്നകുണ്ടലങ്ങൾ, മകരകുണ്ടലങ്ങളല്ല, കവിളിൽ മുട്ടുന്ന രത്നകുണ്ടലങ്ങൾ അണിഞ്ഞാണ് ഗോപസ്ത്രീകൾ വന്നത്. അങ്ങനെ വന്ന് ഒരുങ്ങി വന്ന, രാസലീലയ്ക്ക് തയ്യാറായി ഒരുങ്ങി വന്ന ആ ഗോപസ്ത്രീകള് ഭഗവാന് ചുറ്റും ഒരു വൃത്തം ചമച്ചു എന്നാ പറയുന്നത്. ഭഗവാനെ നടുക്ക് നിർത്തിയിട്ട് വൃത്തം ചമച്ചു. അപ്പോ ഭട്ടതിരിപ്പാട് പറയാണ്, അല്ലയോ ലക്ഷ്മി വല്ലഭ, താമരക്കണ്ണനായ കൃഷ്ണ, അങ്ങ് ഈ ഗോപസ്ത്രീകളുടെ ഇടയിലൂടെ സഞ്ചരിച്ച് മനോഹരമായ രാസലീല നടത്തി. അതായത് ഇങ്ങനെ വട്ടത്തിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ ഓരോ ഗോപസ്ത്രീകളുടെ ഇടയിലൂടെ ഇങ്ങനെ പോയി മനോഹരമായിട്ടുള്ള രാസലീല നടത്തി എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് രണ്ട് ഗോപികമാരുടെ ഇടയിൽ ഒരു കൃഷ്ണൻ അങ്ങനെ നിന്നിട്ട് രാസലീല നടത്തി എന്നാ പറയണത്. അപ്പൊ ഈ രാസലീലയിൽ ഞാൻ ഇതിനു മുമ്പ് ഏതോ ഒരു ദശകത്തില് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആകാശത്ത് നിന്ന് നോക്കുമ്പോ ഒരു കറുത്ത മുത്ത് ഒരു വെളുത്ത മുത്ത് അങ്ങനെ നിന്നു എന്ന്. അപ്പൊ അങ്ങനെയും പറയുന്നുണ്ട്, രാസലീല സമയത്ത് രണ്ട് ഗോപസ്ത്രീകളുടെ ഇടയിൽ കൃഷ്ണൻ നിൽക്കുന്നത് പോലെ ഗോപികമാരും രണ്ട് കൃഷ്ണന്മാരുടെ ഇടയിലാണ് നിൽക്കുന്നതെന്ന്. അതായത് ഓരോരുത്തരുടെ കൂടെയും ഓരോ കൃഷ്ണൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഭട്ടതിരിപ്പാട് ഇവിടെ അങ്ങനെ പറയുന്നില്ല. ഭട്ടതിരിപ്പാട് പറയുന്നത് ഇവരുടെ ഇടയിലൂടെ ഇങ്ങനെ സഞ്ചരിച്ച് ഈ വൃത്തത്തിൽ നിൽക്കുന്ന ഗോപസ്ത്രീകളുടെ ഇടയിലൂടെ സഞ്ചരിച്ച് മനോഹരമായിട്ടുള്ള രാസലീല ഭഗവാനെ അങ്ങ് നടത്തി എന്നുള്ളതാണ്. അപ്പൊ രണ്ടാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ അത്രയേ ഉള്ളൂ. ഗോപസ്ത്രീകള് രാസലീലയ്ക്ക് തയ്യാറായി ഒരുങ്ങി വന്നു. അവര് വന്നത് അവരുടെ കുജങ്ങള് കഞ്ചുകം കൊണ്ട് മറച്ച് കവിളിൽ മുട്ടുന്ന രത്നകുണ്ടലങ്ങളോട് കൂടി അലങ്കരിച്ചു കൊണ്ടാണ് അവര് വന്നത്. അങ്ങനെ അവര് ഭഗവാൻ കൃഷ്ണന് ചുറ്റും ഒരു വൃത്തം ചമച്ചു. അല്ലയോ ലക്ഷ്മി വല്ലഭ, താമരക്കണ്ണനായ കൃഷ്ണ, അങ്ങ് അവരുടെ ഇടയിലൂടെ സഞ്ചരിക്കുന്നവനായി മനോഹരമായ രാസലീല നടത്തി എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ ശ്ലോകം ചൊല്ലാം. വാസുദേവ തവ ഭാസമാനമിഹ രാസകേളിരസ സൗരഭം ദൂരതോപി ഖലു നാരദാഗതിതമാകലയ്യ കുതുകാകുലാ വേഷഭൂഷണ വിലാസ പേശല വിലാസിനി ശതസമാവൃതാ നാഗതോ യുഗപദാഗതാ വിയതി വേഗതോദസുരമണ്ഡലീ വാസുദേവ തവ ഭാസമാനമിഹ രാസകേളിരസ സൗരഭം ദൂരതോപി ഖലു നാരദാഗതിതമാകലയ്യ കുതുകാകുലാ
വേഷഭൂഷണ വിലാസ പേശല വിലാസിനി ശതസമാവൃത നാഗതോ യുഗപദാഗതാ വിയതി വേഗതോദസുരമണ്ഡലീ. മൂന്നാമത്തെ ശ്ലോകത്തില് വിവരിക്കുന്നത് അനന്തരം വസുദേവപുത്രനായ കൃഷ്ണ. അപ്പൊ ഈ ശ്ലോകത്തില് ഭട്ടതിരിപ്പാട് ഭഗവാനെ വസുദേവപുത്രനായ കൃഷ്ണ എന്നാ വിളിക്കുന്നത്. വസുദേവപുത്രനായ കൃഷ്ണ നാരദ മഹർഷി വളരെ ദൂരത്ത് നിന്നുകൊണ്ട് തന്നെ ഈ ഭഗവാൻ കൃഷ്ണന്റെയും ഗോപികമാരുടെയും രാസലീല കാണാണ്. അപ്പൊ ആ കണ്ടത് ദൂരെ നിന്ന് കണ്ടിട്ട് പോലും വളരെ മനോഹരമായി നാരദ മഹർഷി ദേവന്മാരോട് ഇത് വർണ്ണിച്ചു കൊടുത്തു. അപ്പൊ ഇത് കേട്ടിട്ട് സന്തോഷത്താൽ പരവശരായി അവര് ശൃംഗാര ചേഷ്ട കൊണ്ടും സൗന്ദര്യം കൊണ്ടും വേഷം കൊണ്ടും അലങ്കാരം കൊണ്ടും ഒക്കെ സമർത്ഥകളായിട്ടുള്ള ദേവസ്ത്രീകളെയും കൂട്ടി, ദേവസ്ത്രീകളാൽ ചുറ്റപ്പെട്ട എന്നാ പറയുന്നത് കേട്ടോ, ദേവസ്ത്രീകളെയും കൂട്ടി സ്വർഗത്തിൽ നിന്നും വന്ന് ആകാശത്ത് ഒരുമിച്ച് വന്ന് നിന്നു. എന്തിനാണ്? ഈ ഭഗവാന്റെ രാസലീല കാണാനായിട്ട്. അതാണ് മൂന്നാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. അപ്പോൾ മൂന്നാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ അത്രയേ ഉള്ളൂ. അല്ലയോ വസുദേവപുത്രനായ കൃഷ്ണ, നാരദ മഹർഷി വളരെ ദൂരത്ത് നിന്ന് കണ്ടിട്ട് പോലും അതിമനോഹരമായി ഭഗവാന്റെ രാസലീലയെ കുറിച്ച് ദേവന്മാരോട് പോയി വർണ്ണിച്ചു. ആ വർണ്ണന കേട്ടിട്ട് അവർക്ക് അവരക്ഷമരായി തീർന്നു. അവർക്ക് ഒട്ടും തന്നെ അവിടെ ഇരിക്കാൻ സാധിച്ചില്ല. അപ്പൊ സ്വർഗത്തിൽ നിന്നും വേഗം അവര് സന്തോഷ പരവശരായി വേഷം കൊണ്ടും അലങ്കാരം കൊണ്ടും ശൃംഗാര ചേഷ്ട കൊണ്ടും ഒക്കെ സമർത്ഥകളായിട്ടുള്ള സുന്ദരികളായിട്ടുള്ള ദേവസ്ത്രീകളെയും കൂട്ടി ആകാശത്ത് വന്ന്, സ്വർഗത്തിൽ നിന്നും ആകാശത്ത് വന്ന് നിന്നു രാസലീല കാണാനായിട്ട് എന്നാ പറയുന്നത്. ഇനി നമുക്ക് നാലാമത്തെ ശ്ലോകം ചൊല്ലാം. വേണുനാദകൃതതാനദാന കളഗാനരാഗഗതി യോജനാ ലോഭനീയ മൃദു പാദപാതകൃത താളമേളന മനോഹരം പാണി സംക്വണിത കങ്കണം ച മുഹുരം സലംബിത കരാംബുജം ശ്രോണിബിംബചലദംബരം ഭജതരാസകേളിരസഡംബരം വേണുനാദകൃതതാനദാനകള ഗാനരാഗഗതിയോജനാ ലോഭനീയ മൃദുപാദപാതകൃത താളമേളന മനോഹരം പാണി സംക്വണിത കങ്കണം ച മുഹുരം സലംബിത കരാംബുജം ശ്രോണിബിംബചലദംബരം ഭജതരാസകേളിരസഡംബരം. നാലാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് ആ രാസക്രീഡയുടെ മനോഹാരിതയാണ് കേട്ടോ. അപ്പൊ അതില് പറയാണ് ഭഗവാൻ വേണു ഊതാണ്, ഓടക്കുഴൽ ഊതാണ്. ആ സപ്തസ്വര ഭേദത്തിനനുസരിച്ച് ഗോപകുമാരിമാര് പാട്ട് പാടുന്നുണ്ട്. അവര് ആ ഓടക്കുഴൽ നാദത്തിനോടൊപ്പം തന്നെ പാട്ട് പാടുന്നുണ്ട്. അപ്പൊ ഇത് രണ്ടും ഭഗവാന്റെ വേണുനാദത്തിന്റെ രാഗവും ഗോപകുമാരിമാരുടെ രാഗവും ഒന്നിച്ച് ചേർന്ന് നിന്നു. ഇതിനോടൊപ്പം വളരെ മനോഹരവും മൃദുവുമായിട്ടുള്ള നൃത്ത ചുവടുകളും അവര് വെക്കുന്നുണ്ട്. മനോഹരമായിട്ടുള്ള വളരെ സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ നൃത്തം ചെയ്യുന്നുണ്ട് അതിനോടൊപ്പം. അപ്പോ ഈ ഭഗവാന്റെ വേണുഗാനം, ഗോപകുമാരിമാരുടെ പാട്ട്, ആ നൃത്തം ഇതൊക്കെ ഒരേ താളത്തിൽ ഇങ്ങനെ പോവാണ്. അപ്പൊ അതെന്ത് മനോഹരായിരിക്കും ആലോചിച്ച് നോക്കൂ. ഒരേ താളത്തിൽ ഇങ്ങനെ പോവാണ്. ഈ താളത്തിനൊപ്പം അവരുടെ കൈവളകളും ഒപ്പം താളം പിടിക്കുന്നുണ്ട്. അപ്പൊ അവര് നൃത്തം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വർണ്ണിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് തോളില് കൈവച്ചും അരക്കെട്ടിലെ വസ്ത്രങ്ങള് അതിനോടൊപ്പം ഇങ്ങനെ ചലിച്ചും ആ രാസക്രീഡ അങ്ങനെ വളരെ മനോഹരമായിട്ട് ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. അപ്പോ ആ രാസക്രീഡ നിങ്ങൾ മനസ്സിൽ സങ്കല്പിച്ച് നിങ്ങൾ ആത്മനിർവൃതി അടഞ്ഞാലും നിങ്ങൾ അതിനെ മനസ്സിൽ ധ്യാനിച്ചാലും എന്ന് ഭട്ടതിരിപ്പാട് പറയാണ്.
നാലാമത്തെ ശ്ലോകത്തില്. അപ്പൊ അത്രയേ ഉള്ളൂ നാലാമത്തെ ശ്ലോകത്തില് മനസ്സിലാക്കാൻ. ഭഗവാന്റെ രാസക്രീഡാ വർണ്ണനാണ് ശരിക്കും നാലാമത്തെ ശ്ലോകത്തില്. ഭഗവാൻ വേണുഗാനം വേണു ഊതാണ് ഭഗവാൻ. ആ സപ്തസ്വര ഭേദത്തിനനുസരിച്ച് ഗോപകുമാരിമാര് പാടുന്നുണ്ട്. ഇത് രണ്ടും ഒരേ രാഗത്തിൽ ഇങ്ങനെ ഇണങ്ങി ചേർന്ന് പോകുമ്പോ അതിനോടൊപ്പം വളരെ മൃദുവായിട്ടുള്ള നൃത്തച്ചുവടുകൾ അവർ വെക്കുന്നുണ്ട്. ഇത് മൂന്നും ഒരേ താളത്തിലാവുന്ന സമയത്ത് കൈവളകളും അതിനോടൊപ്പം താളം പിടിക്കുന്നു. അതിന്റെ കൂടെ അവരുടെ അരക്കെട്ടിലെ വസ്ത്രങ്ങളും ഇങ്ങനെ ചലിച്ച് രാസക്രീഡ ഇങ്ങനെ വളരെ മനോഹരമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അതിനെ നിങ്ങൾ മനസ്സിൽ ധ്യാനിച്ചാലും ഇത് മനസ്സിൽ ധ്യാനിക്കുമ്പോൾ നമുക്ക് എന്ത് ആത്മനിർവൃതിയാണ് ഉണ്ടാവുന്നത് എന്നാണ് ഭട്ടതിരിപ്പാട് നാലാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. ഇനി നമുക്ക് അഞ്ചാമത്തെ ശ്ലോകം ചൊല്ലാം. ശ്രദ്ധയാ വിരചിതാനുഗാനകൃത താരമധുരസ്വരേ നർത്തനേ തലളിതാംഗഹാരലുളിതാംഗഹാരമണിഭൂഷണേ സമ്മദേന കൃതപുഷ്പവർഷമലമുന്മിഷദ്ദിവിഷദാങ്കുലം ചിന്മയേ ത്വയി നിലീയമാനമിവ സമ്മുമോഹസവദൂകുലം ശ്രദ്ധയാ വിരചിതാനുഗാനകൃത താരമധുരസ്വരേ നർത്തനേ തലളിതാംഗഹാരലുളിതാംഗഹാരമണിഭൂഷണേ സമ്മദേന കൃതപുഷ്പവർഷമലമുന്മിഷദ്ദിവിഷദാങ്കുലം ചിന്മയേ ത്വയി നിലീയമാനമിവ സമ്മുമോഹസവദൂകുലം. അഞ്ചാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അങ്ങനെ ഇവരെ പാട്ട് ഏറ്റുപാടി ശ്രദ്ധയോടുകൂടി ഏറ്റുപാടി അത് ഉയർന്ന സ്വരത്തിലായി അല്പം അതിന്റെ സ്പീഡ് അതും കൂടി ഇങ്ങനെ അവര് മനോഹരമായിട്ട് പാടുകയും നൃത്തം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ കുറച്ച് നൃത്തം വെക്കുന്നത് കുറച്ചും കൂടി സ്പീഡിലും ദ്രുതഗതിയിലുമായ സമയത്ത് ഈ അവരണിഞ്ഞിരിക്കുന്ന രത്നാഭരണങ്ങളുടെ ഒക്കെ സ്ഥാനം തെറ്റിയത്. നമ്മളിങ്ങനെ കളിക്കുന്ന സമയത്ത് നമ്മളിപ്പോ ഡാൻസ് ചെയ്യുന്ന സമയത്തും ഈ വള മാല തുടങ്ങിയ സംഭവങ്ങളൊക്കെ നമ്മൾ ഹെവി ആയിട്ടൊക്കെ കളിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോവും. പക്ഷെ ഇപ്പൊക്കെ നമ്മൾ സേഫ്റ്റി പിൻ വെച്ച് ചെയ്യാറുണ്ട്, ചിലപ്പോ പൊട്ടിപ്പോവാറുണ്ട്. അപ്പൊ അതുപോലെ തന്നെ മനോഹരമായിട്ട് ഇവര് നൃത്തം ചെയ്യുന്ന സമയത്ത് ഈ രത്നമാലകളൊക്കെ സ്ഥാനം തെറ്റുമൊക്കെ ചെയ്തു. അതുപോലും കാണാൻ ഭംഗിയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അങ്ങനെ സ്ഥാനം തെറ്റുമൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ മനോഹരമായിട്ടുള്ള നൃത്തം കണ്ട സമയത്ത് അവിടെ വന്ന് നിന്നിരുന്ന ദേവന്മാരും ദേവസ്ത്രീകളും സന്തോഷം കൊണ്ട് പുഷ്പം വർഷിച്ചു. മാത്രല്ല അവരിങ്ങനെ അമ്പരന്ന് നിന്ന് പോയി. അതായത് അന്താളിച്ച് നിക്കില്ലേ നമ്മള്, എന്താ ഈ കാണുന്നത് എന്ന് പറഞ്ഞ് അന്താളിച്ച് നിക്കില്ലേ, അതുപോലെ അവര് അന്താളിച്ച് നിന്നു ഈ നൃത്തം കണ്ടിട്ട് എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ഈ പൂർണ്ണമായിട്ടും ഭഗവാന്റെ കൂടെ ഇങ്ങനെ ലയിച്ച് നൃത്തം ചെയ്ത് ആ പരബ്രഹ്മത്തില് ആ ഗോപസ്ത്രീകള് ലയിച്ചതുപോലെയാണ് ഇത് കാണുമ്പോൾ തോന്നുന്നത് എന്ന് ഭട്ടതിരിപ്പാട് പറയാണ്. അങ്ങനെ പൂർണ്ണമായിട്ടും ഭഗവാനിലേക്ക് അവര് ലയിച്ചു. അവര് ആനന്ദത്തിന്റെ ഏറ്റവും ഉച്ചസ്ഥായിയിൽ എത്തി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അത്രയേ ഉള്ളൂ അഞ്ചാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ. പാട്ട് ശ്രദ്ധയോടുകൂടി ഏറ്റുപാടി അത് ശബ്ദം ഇങ്ങനെ ഉയർന്നു വന്നു. നൃത്തവും അല്പം വേഗത്തിലായി. അങ്ങനെ നൃത്തം ചെയ്തുകൊണ്ടിരിക്കെ അവരുടെ രത്നമാലകളും അവരണിഞ്ഞിരിക്കുന്ന ആഭരണങ്ങളും ഒക്കെ സ്ഥാനം തെറ്റി. ഈ നൃത്തത്തെ കണ്ട് ആകാശത്ത് വന്നു കൂടിയ ദേവസ്ത്രീകളും ദേവന്മാരും കണ്ട് അമ്പരന്ന് നിന്നുപോയി. അവർ സന്തോഷം കൊണ്ട് പുഷ്പങ്ങൾ വർഷിച്ചു. ആ സാക്ഷാൽ പരമാനന്ദ സ്വരൂപത്തില് ആ ഗോപസ്ത്രീകളൊക്കെ ഇങ്ങനെ മനോഹരമായിട്ട് നൃത്തം ചെയ്ത് ലയിച്ചു എന്നാണ് പറയുന്നത്. ഇത് നമുക്ക് ആറാമത്തെ ശ്ലോകം ചൊല്ലാം. സ്വിന്ന സന്നതനു വല്ലരീതനു കാപി നാമ പശുപാങ്കന കാന്തമം സമവലംബതേ സ്മ തവ കാന്തി ഭാരമുകുളേക്ഷണ
काचिताचलितकुन्दला नवपडीरसारघन सौरभम् वञ्जनेन तव संचुचुम्भभुजमञ्जितोरुपुलकाङ्कुरा स्विन्नसन्नतनुवल्लरी तदनु कापि नाम पशुपाङ्गना कान्दमंसमवलम्बते स्म तव कान्तिभारमुकुले क्षणा काचिताचलितकुन्दला नवपडीरसारघन सौरभम् वञ्जनेन तव സംചുചുംഭഭുജമञ്ജിതോരുപുളകാങ്കുരാ. ആറാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അങ്ങനെ രാസലീല ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കെ ഒരു ഗോപസ്ത്രീ ഇത്ര നേരത്തെ ഈ നൃത്തം ചെയ്യലും ഒക്കെ കൊണ്ട് ആകെ തളർന്നു. അപ്പൊ ആ തളർന്ന് ഇങ്ങനെ കൂമ്പിയ കണ്ണുകളോടുകൂടി അവൾ വളരെ ക്ഷീണിച്ചിരിക്കുകയാണ്. അവൾ ഇങ്ങനെ മനോഹരമായിട്ടുള്ള ഭഗവാന്റെ തോളിൽ ഇങ്ങനെ തലചായ്ച്ചു എന്നാ പറയുന്നത്. എത്രത്തോളം ഭാഗ്യം ചെയ്തവരായിരിക്കും എന്ന് ആലോചിച്ച് നോക്കൂ അല്ലെ. ആ കളിച്ച് ഭഗവാനോടൊപ്പം നൃത്തം ചെയ്ത് ക്ഷീണിച്ച് ഭഗവാന്റെ തോളിൽ ഇങ്ങനെ ആ ഗോപസ്ത്രീ തലചായ്ച്ചു. വേറൊരുവളാവട്ടെ ഈ ഇളകുന്ന നൃത്തം ചെയ്യലൊക്കെ കൊണ്ട് ഈ കെട്ടിവെച്ച മുടിയൊക്കെ ഇങ്ങനെ അഴിഞ്ഞു. അതൊക്കെ ഇങ്ങനെ ഓരോ മിസ്പ്ലേസ് ആയിരിക്കുകയാണ്. നമ്മൾ നേരത്തെയും പറഞ്ഞു അല്ലെ, ആഭരണങ്ങളൊക്കെ സ്ഥാനം തെറ്റി എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ അതുപോലെ മുടിയൊക്കെ ഇങ്ങനെ അഴിഞ്ഞു. എന്നിട്ട് ആ ഗോപസ്ത്രീ ഭഗവാന്റെ കയ്യിൽ ഇങ്ങനെ, ഭഗവാന്റെ കൈ വിവരിക്കുകയാണ് ഭട്ടതിരിപ്പാട്. പുതിയ ചന്ദനക്കൂട്ടിന്റെ മണം അല്ലെ, ഭഗവാന് കളഭത്തിന്റെ സുഗന്ധാണെന്നല്ലേ പറയാ. അപ്പൊ ആ മണമുള്ള ഭഗവാന്റെ കയ്യിൽ ആ ചന്ദനം പൂശിയ മനോഹരമായിട്ടുള്ള ഭഗവാന്റെ കൈത്തണ്ട ഇങ്ങനെ എടുത്തിട്ട് തല ചായ്ക്കാൻ എന്ന വ്യാജേന ചുംബിച്ചു. ഇങ്ങനെ ക്ഷീണം കൊണ്ട് മുടിയൊക്കെ അഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ആ കയ്യിൽ ഇങ്ങനെ തലവെച്ച് കിടക്കാൻ പോവാണ്, അല്ലെങ്കിൽ ഈ ചന്ദനത്തിന്റെ സുഗന്ധം ഇങ്ങനെ മണക്കാനാണ് എന്നുള്ള വ്യാജേന ഇങ്ങനെ പോയി ഭഗവാന്റെ കയ്യ് ചുംബിച്ചു. വ്യാജേന ചുംബിച്ചു എന്നുള്ളതാണ് ശ്ലോകത്തിൽ പറയുന്നത്. അപ്പൊ ആ വ്യാജേന നമ്മുടെ മനോധർമ്മമാണ്. ചിലപ്പോ തല ചായ്ക്കാൻ എന്ന പോലെ പോയി ചുംബിക്കാം, അല്ലെങ്കിൽ ആ ചന്ദനക്കൂട്ടിന്റെ സുഗന്ധം മണക്കാൻ എന്ന പോലെ പോയി ചുംബിക്കാം. അപ്പൊ അത്രയേ ഉള്ളൂ ആറാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ. ഇത്ര നേരം നൃത്തം ചെയ്തിട്ട് അതിലൊരു ഗോപകുമാരി തളർന്നിരുന്നു. അവളിങ്ങനെ വാടി കൂമ്പിയ കണ്ണുകളോട് കൂടി അവള് ഭഗവാന്റെ മനോഹരമായിട്ടുള്ള തോളിൽ ഇങ്ങനെ തല ചായ്ച്ചു. വേറൊരു ഗോപസ്ത്രീ ഇളകി ഇങ്ങനെയൊക്കെ നൃത്തം ചെയ്തിട്ട് മുടിയൊക്കെ അഴിഞ്ഞ് സ്ഥാനം തെറ്റിയിരുന്നു. അവൾ അത്ര സമയം നൃത്തം ചെയ്ത് രോമാഞ്ചമണിഞ്ഞവളായി ഭഗവാന്റെ അടുക്കൽ വന്ന് പുതിയ ചന്ദനക്കൂട്ടിന്റെ സുഗന്ധമുള്ള ഭഗവാന്റെ കൈത്തണ്ട എടുത്ത് വ്യാജേന ചുംബിച്ചു എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ഏഴാമത്തെ ശ്ലോകം ചൊല്ലാം. കാപി ഗണ്ഡഭുവി സന്നിധായ നിജഗണ്ഡമാകുലിത കുണ്ഡലം പുണ്യപൂരനിധിരന്വവാപതവ പൂഗചർവിതരസാമൃതം ഇന്ദിരാവിഹൃതി മന്ദിരം ഭുവനസുന്ദരം ഹി നടനാന്തരേ ത്വാമവാപ്യദുരംഗന കിമുന സമ്മദോന്മദശാന്തരം കാപി ഗണ്ഡഭുവി സന്നിധായ നിജഗണ്ഡമാകുലിത കുണ്ഡലം പുണ്യപൂരനിധിരന്വവാപതവ പൂഗചർവിതരസാമൃതം ഇന്ദിരാവിഹൃതി മന്ദിരം ഭുവനസുന്ദരം ഹി നടനാന്തരേ ത്വാമവാപ്യദുരംഗന കിമുന സമ്മദോന്മദശാന്തരം. ഏഴാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അതിൽ മറ്റൊരു ഗോപസ്ത്രീ തന്റെ ഇളകി ആടുന്ന കർണാഭരണങ്ങള്
കൊണ്ട് ഭഗവാന്റെ കവിളിൽ ഇങ്ങനെ കവിള് ചേർത്ത് വെച്ചു. കവിളിൽ ഇങ്ങനെ കവിള് ചേർത്ത് വെച്ചിട്ട് ഭഗവാൻ ചവച്ച താമ്പൂലത്തെ, ആ താമ്പൂലം എന്ന അമൃത രസത്തെ രുചിച്ചു എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത്. ആ താമ്പൂല രസത്തെ അവള് രുചിച്ചു. അപ്പൊ അത് മറ്റൊരു ഭാഗ്യം ചെയ്ത ഗോപസ്ത്രീയാണെന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത്. രുചിച്ചു. അങ്ങനെ ഭട്ടതിരിപ്പാട് പറയാണ്, ലക്ഷ്മിയുടെ അല്ലെ, ലക്ഷ്മി ദേവിയുടെ ക്രീഡാരംഗമാണ് ഭഗവാൻ. ആ ലക്ഷ്മി ദേവിയുടെ വിഹാരത്തിനാസ്പദവും ലോകൈക സുന്ദരനുമായിട്ടുള്ള ഭഗവാനെ ഇങ്ങനെ അടുത്ത് കിട്ടി ഭഗവാനോടൊപ്പം നൃത്തം ചെയ്ത് ഭഗവാനെ ആശ്ലേഷിച്ച് അവർക്ക് എന്തൊക്കെയാണോ മനസ്സിൽ തോന്നുന്നത് അതെല്ലാം അവര് ഭഗവാന്റെ മേൽ അവർക്ക് എങ്ങനെയാണോ സ്നേഹം തോന്നുന്നത് അതെല്ലാ രീതിയിലും പ്രകടിപ്പിച്ച് അവര് സന്തോഷത്തിന്റെ ആധിക്യം കൊണ്ട് ഒരു ഉന്മാദാവസ്ഥയെ പ്രാപിച്ചു എന്നാണ് ഭട്ടതിരിപ്പാട് 7ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. എന്തെന്ത് തന്നെ ചെയ്തില്ല, അതുകൊണ്ട് അവർ അനുഭവിച്ച പരമാനന്ദത്തെ വെറും വാക്കുകൾ കൊണ്ട് പറയാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഭട്ടതിരിപ്പാട് വിവരിക്കുന്നത്. അപ്പോൾ 7ാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ അത്രയേ ഉള്ളൂ. മറ്റൊരു ഗോപസ്ത്രീ ഇളകി ആടുന്ന തന്റെ കുണ്ടലങ്ങള് ചേർത്ത് ഭഗവാന്റെ കവിളിനോട് ചേർത്ത് വെച്ചിട്ട് ഭഗവാൻ ചവച്ച താമ്പൂലത്തിന്റെ അമൃതരസം അനുഭവിച്ചു എന്നാണ് പറയുന്നത്. അതിനെ രുചിച്ചു എന്ന് പറയുന്നു. അപ്പൊ ലക്ഷ്മി ദേവിയുടെ വിഹാരത്തിനാസ്പദവും ലോകൈക സുന്ദരനുമായിട്ടുള്ള ഈ ഭഗവാനോടൊപ്പം നൃത്തം ചെയ്തും ഭഗവാനെ ആശ്ലേഷിച്ചും അവരുടെ എങ്ങനെയൊക്കെയാണോ സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് അതൊക്കെയും പ്രകടിപ്പിച്ച് ഈ ഗോപസ്ത്രീകള് പരമാനന്ദത്തെ പ്രാപിച്ചു. അത്രയും അധികമായിട്ടുള്ള സന്തോഷം കൊണ്ട് ഒരു ഉന്മാദ അവസ്ഥയിൽ അവര് എത്തി എന്നുള്ളതാണ് പറയുന്നത്. ഇനി നമുക്ക് 8ാമത്തെ ശ്ലോകം ചൊല്ലാം. ഗാനമീശ വിരതം ക്രമേണ കില വാദ്യമേളനമുപാരതം ബ്രഹ്മസമ്മദരസാകുല സദസി കേവലം നൃതുരംഗന നാവിദന്നപി ച നീവികാം കിമപി കുന്ദളീമപി ച കഞ്ജുളീം ജ്യോതിഷാമപി കദംബകം ദിവി വിളംബിതം കിമപരം ബ്രുവേ. ഗാനമീശ വിരതം ക്രമേണ കില വാദ്യമേളനമുപാരതം ബ്രഹ്മസമ്മദരസാകുല സദസി കേവലം നൃതുരംഗന നാവിദന്നപി ച നീവികാം കിമപി കുന്ദളീമപി ച കഞ്ജുളീം ജ്യോതിഷാമപി കദംബകം ദിവി വിളംബിതം കിമപരം ബ്രുവേ. 8ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്, ദേവ മെല്ലെ പാട്ട് നിന്നു, വാദ്യങ്ങളും നിന്നു. പക്ഷെ എങ്കിലും ഈ ബ്രഹ്മാനന്ദ രസം, അതായത് ഭഗവാൻ നൽകിയ രസം അല്ലെ, സാക്ഷാൽ പരബ്രഹ്മമാണ് ഭഗവാൻ. അപ്പൊ ആ ഭഗവാൻ നൽകിയ രസത്തെ നമ്മൾ ബ്രഹ്മാനന്ദ രസം തന്നെ വേണം പറയാൻ. അപ്പോ ഈ രാസലീല തുടർന്നുകൊണ്ടിരിക്കെ ആ ബ്രഹ്മാനന്ദം നൽകിയ രസത്തില് അവര് ഉന്മാദ അവസ്ഥയിലെത്തി. പാട്ട് നിന്നത് അവരറിഞ്ഞിട്ടില്ല, വാദ്യങ്ങൾ നിന്നത് അറിഞ്ഞിട്ടില്ല. അവരപ്പോഴും അങ്ങനെ നൃത്തം തുടർന്നുകൊണ്ടേയിരുന്നു. ഒരു തരം ഉന്മാദാവസ്ഥയില് അവരിങ്ങനെ അവരുടെ നൃത്തം തുടർന്നുകൊണ്ടിരുന്നു. ഭട്ടതിരിപ്പാട് പറയാണ്, ഈ നൃത്തം ഇങ്ങനെ ചെയ്ത് അവരുടെ ഉടുതുണിയുടെ കെട്ടഴിഞ്ഞതും തലമുടി അഴിഞ്ഞു പോയതും മാറുമറയ്ക്കുന്ന വസ്ത്രം വീണു പോയതും ഇതൊന്നും തന്നെ അവരറിഞ്ഞില്ല. അവരങ്ങനെ നൃത്തം ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് എന്ന് ഭട്ടതിരിപ്പാട് പറയാണ്. അപ്പൊ ആ സമയത്ത് മുറ തെറ്റാതെ ഉദിച്ച് അസ്തമിക്കുന്ന ജ്യോതിർഗോളങ്ങൾ പോലും അസ്തമിക്കാൻ അമാന്തിച്ചു എന്ന്. അതായത് കൃത്യസമയത്ത് ഉദിക്കുകയും അസ്തമിക്കുകയും ഒക്കെ ചെയ്യുന്ന ജ്യോതിർഗോളങ്ങള്, സൂര്യനും ബാക്കിയുള്ള നക്ഷത്രങ്ങളും ഒക്കെയും അവര് പോലും ഈ ഉദയാസ്തമനം പോലും മറന്ന് അസ്തമിക്കാൻ മറന്ന് ഇങ്ങനെ നിന്നു. ഞാൻ എന്ത് പറയാനാണ് എന്ന് ഭട്ടതിരിപ്പാട് പറയാണ്. അതായത് ഇതിനെ ഞാൻ ഇനി എങ്ങനെയാണ് വിവരിക്കുക? അത്രയും ആ രാസലീല തുടർന്ന് വന്ന് അതിന്റെ ആ ബ്രഹ്മാനന്ദ രസം, പരമാനന്ദത്തെ അവര് പ്രാപിച്ചു. ആ രസത്തിന്റെ ഉന്മാദത്തില് നടന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഞാൻ ഇനി ഇതിൽ കൂടുതൽ ഞാൻ ഇനി എന്ത് പറയാനാണ് എന്ന് ഭട്ടതിരിപ്പാട് പറയാണ്. അപ്പൊ അത്രയേ ഉള്ളൂ 8ാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ.
ക്രമേണ പാട്ട് നിന്നു, വാദ്യങ്ങൾ നിന്നു. എങ്കിലും ആ ബ്രഹ്മാനന്ദ രസം നൽകിയ ഉന്മാദത്തില് അവര് പിന്നെയും നൃത്തം തുടർന്നുകൊണ്ടിരുന്നു. എങ്ങനെയാണ് നൃത്തം തുടരുന്നത്? അവരുടെ ഉടുതുണിയുടെ കെട്ടഴിയുന്നതോ, അവരുടെ തലമുടി അഴിഞ്ഞു പോയതോ, മാറുമറയ്ക്കുന്ന വസ്ത്രം വീണുപോയതോ പോലും അറിയാതെ അവര് ഒരു തരം ഉന്മാദാവസ്ഥയിൽ നൃത്തം ചെയ്ത് പോവാണ്. ഞാൻ എന്താണ് കൂടുതൽ പറയുക? മുറ തെറ്റാതെ ഉദിച്ച് അസ്തമിക്കുന്ന ജ്യോതിർഗോളങ്ങൾ പോലും അസ്തമിക്കാതെ അങ്ങനെ ഉദിച്ചു നിന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇനി നമുക്ക് 9ാമത്തെ ശ്ലോകം ചൊല്ലാം. മോദസീംനി ഭുവനം വിലാപ്യ വിഹൃതിം സമാപ്യ ച തതോ വിഭോ കേളി സംവ്രതിത നിർമ്മലാംഗനവകർമ്മലേശ സുഭഗാത്മനാം മന്മദാസഹനചേതസാം പശുപയോഷിതാം സുഹൃതചോദിതസ്താവദാകലിത മൂർത്തിരാധതിത മാരവീര പരമോത്സവാൻ മോദസീംനി ഭുവനം വിലാപ്യ വിഹൃതിം സമാപ്യ ച തതോ വിഭോ കേളി സംവ്രതിത നിർമ്മലാംഗനവകർമ്മലേശ സുഭഗാത്മനാം മന്മദാസഹനചേതസാം പശുപയോഷിതാം സുഹൃതചോദിതസ്താവദാകലിത മൂർത്തിരാധതിത മാരവീര പരമോത്സവാൻ. 9ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അങ്ങനെ ഈ ലോകത്തെ മുഴുവനും പരിപൂർണമായിട്ടുള്ള ആ പരമാനന്ദത്തിൽ ലയിപ്പിച്ച രാസക്രീഡ അവസാനിപ്പിച്ചു. ആ രാസലീല ഇവിടെ അവസാനിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള രാസലീല അവസാനിച്ചു. ഗോപസ്ത്രീകളാവട്ടെ വളരെ മനോഹരമായിട്ട് ഇത്രയും നേരത്തെ ഈ നൃത്തം ചെയ്യലൊക്കെ കൊണ്ട് അവരാകെ വിയർത്തിരുന്നു. ആ വിയർപ്പ് തുള്ളികൾ കൊണ്ട് പോലും മനോഹരമായിട്ടുള്ള രൂപമുള്ളവരായിരുന്നു ആ ഗോപസ്ത്രീകള്. അപ്പൊ ആ വിയർപ്പ് തുള്ളി കൊണ്ട് പോലും മനോഹരമായിട്ടുള്ള ഗോപസ്ത്രീകളുടെ കാമമടങ്ങാത്ത മനസ്സും സുഹൃതവും കൊണ്ട് തന്നെ ഭഗവാൻ എത്ര ഗോപസ്ത്രീകൾ ഉണ്ടോ അത്ര തന്നെ ശരീരം കൊണ്ട് രൂപമെടുത്തു എന്നുള്ളതാണ് പറയുന്നത്. അതാണ് ഞാൻ അന്ന് രാസക്രീഡയിൽ പറഞ്ഞിരുന്നത്. എങ്ങനെ എത്ര ഗോപസ്ത്രീകൾ ഉണ്ടോ അത്ര തന്നെ ഭഗവാൻ കൃഷ്ണനും അവരുടെ കൂടെയുണ്ട്. അത്രയും ഭഗവാന്റെ രൂപവും അവരുടെ കൂടെയുണ്ട്. അപ്പൊ അത്രയും രൂപം ഭഗവാൻ എടുത്തു. എന്നിട്ട് ആ ഗോപസ്ത്രീകളെ സന്തോഷിപ്പിക്കും പോലെ അവരങ്ങനെ രമിച്ചു എന്നുള്ളതാണ് 9ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. അപ്പോൾ 9ാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ അത്രയേ ഉള്ളൂ. ഈ ലോകത്തെ മുഴുവനും പരിപൂർണമായിട്ടുള്ള പരമാനന്ദത്തിൽ ലയിപ്പിച്ച ആ രാസക്രീഡയ്ക്ക് ശേഷം വിയർപ്പ് തുള്ളികൾ കൊണ്ട് പോലും മനോഹരമായിട്ടുള്ള ശരീരത്തോടു കൂടിയതും കാമമടങ്ങാത്ത മനസ്സോടു കൂടിയുമായിട്ടുള്ള ഗോപസ്ത്രീകളുടെ സുഹൃതം കൊണ്ട് എത്ര ഗോപസ്ത്രീകളുണ്ടോ അത്ര തന്നെ ശരീരം ഭഗവാൻ കൈക്കൊണ്ട് അവരോടൊപ്പം അവരെ സന്തോഷിപ്പിക്കുമാറ് അവരെ ആനന്ദ നിർവൃതിയിലാക്കുമാറ് അവരോടൊപ്പം അവരുടെ ആഗ്രഹങ്ങളൊക്കെ ഭഗവാൻ സാധിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് 10ാമത്തെ ശ്ലോകം ചൊല്ലാം. കേളി ഭേദ പരിലോളിതാഭിരതിലാളിതാഭിരബലാളിഭി സ്വൈരമീശ നനു സൂരജാപയസി ചാരുനാമ വിഹൃതിം യദാ കാനനേപി ച വിസാരി ശീതള കിശോരമാരുത മനോഹരേ സൂന സൗരഭമയേ വിലേസിത വിലാസിനീ ശതവിമോഹനം കേളി ഭേദ പരിലോളിതാഭിരതിലാളിതാഭിരബലാളിഭി സ്വൈരമീശ നനു സൂരജാപയസി ചാരുനാമ വിഹൃതിം യദാ കാനനേപി ച വിസാരി ശീതള കിശോരമാരുത
മനോഹരേ സൂനസൗരഭമയേ വിലേസിത വിലാസിനീ ശതവിമോഹനം. 10ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അങ്ങനെ ആ ഗോപസ്ത്രീകളെ ഭഗവാൻ തന്റെ വിവിധ ലീലകൾ കൊണ്ട് സന്തോഷം കൊണ്ട് പരവശരാക്കി തീർത്തു എന്നുള്ളതാണ് പറയുന്നത്. ആ ഗോപസ്ത്രീകളെ എന്തെന്ത് ആനന്ദത്തെ അനുഭവിച്ചില്ല എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഭഗവാനാൽ ഓമനിക്കപ്പെട്ടു ഓരോ ഗോപസ്ത്രീയും എന്നാണ് പറയുന്നത്. ഭഗവാൻ കൃഷ്ണനാൽ ഓമനിക്കപ്പെട്ട് ആ അന്തരീക്ഷം വിവരിക്കുകയാണ് ഭട്ടതിരിപ്പാട്. കാളിന്തി നദീ തീരത്തല്ലേ, അപ്പൊ ആ തണുത്ത കാറ്റും പിന്നെ വനപ്രദേശം, വിവിധ തരം പൂക്കളുടെ സുഗന്ധങ്ങൾ ഇങ്ങനെ തിങ്ങി നിൽക്കുന്ന വനപ്രദേശത്തും ഒക്കെ അവരെ സന്തോഷിപ്പിക്കുമാറ്, ആ ഗോപസ്ത്രീകളെ സന്തോഷിപ്പിക്കുന്ന വിധത്തില് ഭഗവാൻ അവരോടൊപ്പം ലീല ചെയ്ത് ഇങ്ങനെ സഞ്ചരിച്ചു. അങ്ങനെ പൂർണ്ണമായിട്ടും അവർക്ക് ആ എല്ലാ അർത്ഥത്തിലും ആ ഗോപസ്ത്രീകൾക്ക് ഭഗവാൻ പ്രാപ്യനായി എന്നുള്ളതാണ്. അത് സുകൃതം ചെയ്ത സുകൃതം ചെയ്തവർക്ക് മാത്രമേ ഇത്തരത്തില് ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുകയുള്ളൂ. അപ്പോ അതാണ് 10ാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാനുള്ളത്. ആ ഗോപസ്ത്രീകളെ സന്തോഷത്തിന്റെ പാരവശ്യത്തിൽ എത്തിച്ചു എന്നുള്ളതാണ്. ഏറ്റവും ഉന്നതിയിൽ ഭഗവാൻ എത്തിച്ചു. ലീലകൾ ചെയ്ത് അവരെ ഓമനിച്ചും ഇങ്ങനെ കാളിന്തി ജലത്തിലും ആ പൂക്കളുടെ സുഗന്ധം നിറഞ്ഞു നിൽക്കുന്ന വനത്തിലുമൊക്കെ ഭഗവാൻ അവരെ സന്തോഷിപ്പിച്ചുകൊണ്ട് ഏതേത് രീതിയിൽ അവരെ ആനന്ദിപ്പിക്കാമോ അങ്ങനെയൊക്കെ ആനന്ദിപ്പിച്ച് അവരെ ഓമനിച്ച് ആ വനങ്ങളിലും ആ തണുത്ത കാറ്റ്, യമുനാ നദീ തീരം എന്ന് പറയുമ്പോൾ ആ വെള്ളത്തിൽ തട്ടി വരുന്ന കാറ്റിനൊരു തണുപ്പുണ്ടാവും അല്ലെ. അപ്പൊ ആ ശീതളമായിട്ടുള്ള കാറ്റിലും അങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തില് ഗോപസ്ത്രീകളോടൊപ്പം ഭഗവാൻ രമിച്ചു, അവരെ അതിയായിട്ട് സന്തോഷിപ്പിച്ചു എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ഈ ദശകത്തിലെ അവസാന ശ്ലോകം 11ാമത്തെ ശ്ലോകം ചൊല്ലാം. കാമിനീരിതിഹി യാമിനീഷു ഖലു കാമനീയ കനിധേ ഭവാൻ പൂർണ്ണസമ്മദരസാർണവം കമപി യോഗി ഗമ്യമനുഭാവയൻ ബ്രഹ്മശങ്കരമുഖാനപീഹ പശുപാംഗനാസു ബഹുമാനയൻ ഭക്തലോകഗമനീയ രൂപ കമനീയ കൃഷ്ണ പരിപാഹി മാം. ഭക്തലോകഗമനീയ രൂപ കമനീയ കൃഷ്ണ പരിപാഹി മാം. ഭക്തലോകഗമനീയ രൂപ കമനീയ കൃഷ്ണ പരിപാഹി മാം. 69ാമത്തെ ദശകത്തിലെ അവസാനത്തെ ശ്ലോകത്തിലെ ഭട്ടതിരിപ്പാട് പറയുന്നത് അങ്ങനെ ഈ യോഗികൾക്ക് മാത്രം കിട്ടുന്ന ബ്രഹ്മാനന്ദത്തെ ഈ ഗോപസ്ത്രീകൾക്ക് ഭഗവാൻ പല രാത്രികളിലായി നൽകി എന്നാണ് പറയുന്നത്. അതായത് രാത്രികളിലൊക്കെ ഗോപസ്ത്രീകൾക്ക് യോഗികൾക്ക് മാത്രം ലഭിക്കുന്നതാണ് ഈ ബ്രഹ്മാനന്ദം. ഭഗവാനെ പൂർണ്ണമായും പ്രാപിക്കുക എന്നുള്ളത്. ആ ബ്രഹ്മാനന്ദത്തെ ഈ ഗോപസ്ത്രീകൾക്ക് ഭഗവാൻ നൽകി, സൗന്ദര്യധാമമായ ഭഗവാൻ നൽകി എന്നാണ് പറയുന്നത്. ബ്രഹ്മാവ്, പരമശിവൻ തുടങ്ങിയവർക്ക് പോലും ബഹുമാനമുള്ളവരാക്കി തീർത്തു ഈ ഗോപസ്ത്രീകളെ. ഭഗവാനെ പൂർണ്ണമായി പ്രാപിച്ചവരാണ് അവരല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ബ്രഹ്മദേവനും പരമശിവനും പോലും ബഹുമാനം തോന്നത്തക്ക രീതിയിലാക്കി തീർത്തു ഗോപസ്ത്രീകളെ. അപ്പോ ഇതിൽ അവസാന വരിയിൽ പറയുന്നുണ്ട് അല്ലെ, ഭക്തലോക ഗമനീയ രൂപ എന്ന് പറഞ്ഞാൽ ഭക്തർക്ക് മാത്രം മനസ്സിലാക്കാൻ കഴിയുന്ന രൂപമുള്ളവനെ എന്ന് അല്ലെ. നമ്മൾ പല രീതിയിലാണ് ഭഗവാനെ വിളിക്കുക. ചിലർക്ക് ഉണ്ണിക്കണ്ണനായിരിക്കും, ചിലർക്ക് സുഹൃത്തായിരിക്കും, അങ്ങനെ പല രീതിയിൽ. അപ്പൊ ഭക്തർക്ക് മാത്രം മനസ്സിലാവുന്ന രൂപമുള്ളവനെ കമനീയ കൃഷ്ണ, അത്യധികം സുന്ദരനായ കൃഷ്ണ, ഗുരുവായൂരപ്പ അങ്ങ് എന്നെ സംരക്ഷിച്ചാലും എന്ന് പറഞ്ഞുകൊണ്ട് ഭട്ടതിരിപ്പാട് 11ാമത്തെ ശ്ലോകവും 69ാമത്തെ ദശകവും ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ അത്രയേ ഉള്ളൂ അവസാനത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ. സൗന്ദര്യധാമമായിട്ടുള്ള ഭഗവാനെ അങ്ങ് യോഗികൾക്ക് മാത്രം അനുഭവിക്കാൻ കഴിയുന്ന ബ്രഹ്മാനന്ദം പല രാത്രികളിൽ ആ ഗോപസ്ത്രീകൾക്ക് നൽകി. ബ്രഹ്മാവ്, ശിവൻ തുടങ്ങിയവർക്ക് പോലും ബഹുമാനം തോന്നത്തക്ക വിധം ആ സ്ത്രീകളെ ഭഗവാൻ
ആ സ്ത്രീകൾക്ക് ഭഗവാനെ പ്രാപ്യമായി. അങ്ങനെ ഭക്തർക്ക് മാത്രം മനസ്സിലാകുന്ന രൂപമുള്ളവനെ, കമനീയ കമനീയ കൃഷ്ണ ഭഗവാനെ, ഗുരുവായൂരപ്പ അങ്ങനെ രക്ഷിച്ചാലും എന്നാണ് 11ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. അങ്ങനെ നമ്മളിവിടെ 69ാമത്തെ ദശകം പൂർത്തിയാക്കിയിരിക്കുകയാണ്. കേശപാശധൃത പിഞ്ചികാ വിതതി സഞ്ചലൻ മകര കുണ്ടലം ഹാരജാലവനമാലികാലളിത മംഗരാഗകന സൗരഭം പീതചേലധൃത കാഞ്ചി കാഞ്ചിതമുദഞ്ചദം ശുമണി നൂപുരം രാസകേളി പരിഭൂഷിതം തവ ഹി രൂപമീശ കലയാമഹേ താവദേവ കൃതമണ്ഡനെ കലിത കഞ്ജുളീക കുചമണ്ഡലേ ഗണ്ഡലോലമണികുണ്ഡലേ യുവതി മണ്ഡലേത പരിമണ്ഡലേ അന്തരാസകല സുന്ദരീയുഗളമിന്ദിരാരമണ സഞ്ചരൻ മഞ്ജുളാം തദനുരാസകേളിമയി കഞ്ചനാഭസമുപാദതാ വാസുദേവ തവ ഭാസമാനമിഹ രാസകേളിരസസൗരഭം ദൂരതോപി ഖലു നാരദാഗതിതമാകലയ്യ കുതുകാകുലാ വേഷഭൂഷണ വിലാസ പേശല വിലാസിനി ശതസമാവൃതാ നാഗതോ യുഗപദാഗതാ വിയതി വേഗതോദസുരമണ്ഡലീ വേണുനാദകൃതദാനദാനകള ഗാനരാഗഗതിയോജനാ ലോഭനീയ മൃദുപാദപാദകൃതതാളമേളന മനോഹരം പാണിസംഘ്വനിത കങ്കണം ച മുഹുരം സലംബിത കരാംബുജം ശ്രോണിബിംബചലദംബരം ഭജത രാസകേളിരസഡംബരം ശ്രദ്ധയാ വിരചിതാനുഗാനകൃത താരതാരമധുരസ്വരേ നർത്തനേ തലളിതാംഗഹാരലുളിതാംഗഹാരമണിഭൂഷണേ സമ്മദേന കൃത പുഷ്പവർഷമലമുന്മിഷദ്ദിവിഷദാങ്കുലം ചിന്മയേ ത്വയി നിലീയമാനമിവ സമ്മുമോഹസവദൂകുലം സ്വിന്നസന്നതനുവല്ലരീ തദനു കാപി നാമ പശുപാങ്കനാ കാന്തമം സമവലംബതേ സ്മ തവ കാന്തിഭാരമുകുളേക്ഷണാ കാചിതാചലിതകുന്തളാ നവപടീരസാരഘന സൗരഭം വഞ്ജനേന തവ സംചുചുംഭഭുജമഞ്ജിതോരുപുളകാങ്കുരാ കാപി ഗണ്ഡഭുവി സന്നിധായ നിജഗണ്ഡമാകുലിത കുണ്ഡലം
पुण्यपूरनिधिरन्ववापतव पूगचर्वितरसामृतम् इन्दिराविहृतिमन्दिरं भुवनसुन्दरं हि नटनान्तरे त्वामवाप्य ददुरङ्गना किमु न सम्मदोन्मददशान्तरम् गानमीश विरतं क्रमेण किल वाद्यमेळनमुपारतम् ब्रह्मसम्मदरसाकुला सदसि केवलं नृतुरङ्गना नाविदन्नपि च नीविकां किमपि कुन्दलीमपि च कञ्जुलीं ज्योतिषामपि कदम्बकं दिवि विलम्बितं किमपरं ब्रुवे मोदसीम्नि भुवनं विलाप्य विहृतिं समाप्य च ततो विभो केळि संव्रतित निर्मलाङ्गनवकर्मलेश सुभगात्मनाम् मन्मदासहनचेतसां पशुपयोषितां सुकृतचोदितस्तावदाकलित मूर्तिराधदिद मारवीर परमोत्सवान् केलिभेदपरिलोलिताभिरतिलालिताभिरबलालिभिः स्वैरमीश ननु सूरजापयसि चारुनाम विहृतिं यथा काननेऽपि च विसारि शीतलकिशोरमारुत मनोहरे सूनसौरभमये विलेसित विलासिनी शतविमोहनम् कामिनीरितिः यामिनीषु खलु कामनीयकनिधे भवान् पूर्णसम्मदरसार्णवं कमपि योगिगम्यमनुभावयन् ब्रह्मशङ्करमुखानपीह पशुपाङ्गनासु बहुमानयन् भक्तलोकगमनीयरूप कमनीय कृष्णा परिपाहि माम् भक्तलोकगमनीयरूप कमनीय कृष्णा परिपाहि माम् भक्तलोकगमनीयरूप कमनीय कृष्णा परिपाहि माम् सर्वत्र गोविन्दनाम सङ्कीर्तनं ഗോവിന്ദ ഗോവിന്ദ. അപ്പോൾ എല്ലാവരും തുടർന്നും വീഡിയോസ് ഒക്കെ ഇതുപോലെ തന്നെ കാണണം. എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമന്റുകളിൽ അറിയിക്കുക. ഈ വീഡിയോസ് ഒക്കെ ഉപകാരപ്രദമാവും എന്ന് തോന്നുന്നവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. വീണ്ടും അടുത്ത വീഡിയോയുമായിട്ട് വരാം. 70ാമത്തെ ദശകവുമായിട്ട് വരാം. അതുവരെ ഹരിയോ.